എത്ര ചാനൽ ഇവിടെ ഉണ്ട്. മനസ്സ് നൊന്തുപോയി, മനസ്സ് വേദനയുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ റേപ്പ് ചെയ്യുന്ന ആളാ, ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ആളാ. 1.5 വർഷം 2 വർഷം റേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഒരു സ്ത്രീയെ. ഒരു പ്രാവശ്യം ചെയ്താലല്ലേ റേപ്പ്, പിന്നെയും പിന്നെയും റേപ്പ് ചെയ്താൽ അതെങ്ങനെ റേപ്പാവും? ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണെ വെച്ചിട്ട് എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ കാശുണ്ടാക്കാം. ചാരിറ്റി ஃப்ராடா? நான் இப்போ குழல் பண்ண அடிக்கிறேன்னா? அதெல்லாம் பச்சை போய் எத்தனை அலிகேஷன்ஸ் ரொம்ப டிஸ்டர்பிங் ஆனது. என் ஒய்ஃபை வந்து கோகிலாவை എടിവാടിന്നൊക്കെ വിളിക്കുന്നു. ഇത് എവിടുത്തെ സംസ്കാരം? ഇത് പഠിച്ച ആളല്ലേ, വിദ്യാഭ്യാസമുള്ള ആളല്ലേ, അവർ ഡോക്ടറല്ലേ. വിദ്യാഭ്യാസമുള്ള ഡോക്ടറെ ഞാൻ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏൻ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കില്ല? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് എന്നെയും എൻ കുടുംബത്തെയും ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ என்னென்னா, ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണെ വെച്ചിട്ട് എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ കാശുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ലെവലിലായിപ്പോയി. ഇതൊരു തൊഴിലാണ്, ഇതൊരു ജാബാണ്. ഒരു സെലിബ്രിറ്റിയെ ഒരു പേരെടുത്തിട്ട് ரொம்ப டிஸ்டர்பிங் ஆனது. என் ஒய்ஃபை வந்து கோகிலாவை എടിവാടിന്നൊക്കെ വിളിക്കുന്നു. இது எவிடത്തെ സംസ്കാരം? இது நான் ஃபாதர், இவர் டாக்டர்ன்றா, நாங்கள் ஹஸ்பண்ட் ஒய்ஃபை. எங்கே சகிக்கும்? இதுக்கு ஒரு ஃபுல் ஸ்டாப் வேண்டேன். இது வந்து ஒரு சீரீஸ் மாதிரி போகுதுப்பா, வெப் சீரிஸ் இல்லை, எபிசோடா. நான் யாரை குறித்து പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. இப்போ എങ്ങനെ ഇവിടെ ഇത്ര ചാനൽ ഇവിടെ ഉണ്ട്. മനസ്സ് നൊന്തുപോയി, മനസ്സ് വേദനയുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ റേപ്പ് ചെയ്യുന്ന ആളാ, ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ആളാ. 1.5 വർഷം 2 വർഷം റേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഒരു സ്ത്രീയെ. ഒരു പ്രാവശ്യം ചെയ്താലല്ലേ റേപ്പ്, പിന്നെയും പിന്നെയും റേപ്പ് ചെയ്താൽ അതെങ്ങനെ റേപ്പാവും? ഞാൻ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റഡ് പേഷ്യൻ്റ്, എല്ലാവർക്കും അറിയാം. ലിവർ ട്രാൻസ്പ്ലാന്റഡ് പേഷ്യൻറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് വന്നത്, ഓപ്പറേഷൻ ടൈമിലാണ് വന്നത്. അതിന് മുമ്പ് എവിടെയായിരുന്നു അത് ആർക്കും അറിയില്ല. എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നതിന് ആർക്കും അറിയില്ല. എന്തൊക്കെ ഹറാസ്മെൻറ്റ്. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഏൻ വന്ന് പറയണം? ഇത്രയും നാൾ എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു? 1.5 കൊല്ലം. ഇത് വലിയ തെളിവല്ലേ? ശരി, ഞാൻ ഒരു ചോദ്യം എല്ലാവരിടത്തും ചോദിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, உங்களோட ஹஸ்பண்ட் எவிடன்னு പറഞ്ഞ് ചോദിച്ചിരുന്നു ഒരു ഡോക്ടർ. അപ്പോൾ அதுக்கு മറുപടി എന്താ പറഞ്ഞിരുന്നത്? അത് ഒരു 2 ആഴ്ച ഉണ്ടായിരുന്നു, 3 ആഴ്ച പറഞ്ഞിരുന്നു. എൻ്റെ അറിവിൽ 2 ആഴ്ച. അപ്പോൾ ஒரு பெண்ணும் இவர் டாக்டரு, அந்த பையன் ஒரு மலையாளி டாக்டரு. ஓகே, 2 പേർ പ്രൊഫഷൻ. ഒരു ഡോക്ടറും ആക്ടറും പിരിഞ്ഞാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ന്ന് പറയാം. 2 പേരും ഡോക്ടേഴ്സ്. എന്തുകൊണ്ട് 2 ആഴ്ചയിൽ സെപ്പറേറ്റ് ആയിട്ട്? അപ്പോൾ ഒരു ചോദ്യം വരുന്നില്ലേ, ജസ്റ്റിസ് ഫോർ എലിസബത്തിൻ്റെ ജസ്റ്റിസ് ഫോർ മെയിൽ ഡോക്ടർ ഞാൻ சொன்னால் എത്ര പേര് അംഗീകരിക്കും? അയാളുടെ ജീവിതം എന്തായെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയാമോ? ഒരു ഡൈവേഴ്സ് കേസിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് അറിയാമോ? ഓരോരുത്തരുടെ ജീവിതത്തിൽ ഭയങ്കര കഷ്ടംപാ. ഇതെല്ലാം കടന്നു വന്ന് മരണത്തെ பார்த்து ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ആയ ശേഷം கல்யாண ജീവിതത്തിൽ இப்போ தான் நான் நிம்மதியாக சந்தோஷமாக ஒரு குடும்ப லைஃப் கொச்சி விட்டு வைக்கத்தில் போயிருக்கேன். இந்த டைமில் நான் என்னென்ன பண்ணிட்டேன்னா, ரேப் பண்ணிட்டேன். என்னோடய சேரிட்டி ஒர்க்கு சத்தியமாக சொல்கிறேன், இந்த மாதம் 21ஆம் தேதி ஒரு பெண் குழந்தைக்கு ஹார்ட் ஆப்ரேஷன் கோட்டயம் காலேஜில் நான் என் செலவில் பண்ணியிருக்கேன். இல்லைன்னு പറയാൻ പറ്റുമോ? இல்லைன்னு പറയുന്ന ஒருத்தன் போய் അവിടെ ചോദിക്കും. இல்லைனா வந்துட்டு சம்சயம் உണ്ടെങ്കിൽ என் வீட்டுக்கு வா, வைக்கத்தில் நான் பில்லு காட்டுறேன். என் சொந்த காசில் நான் கொடுத்துருக்கேன். இப்போ இதென்ன ஃப்ராட் தரமா? சேரிட்டி ஃப்ராடா? நான் இப்போ குழல் பண்ண அடிக்கிறேன்னா? அதெல்லாம் பச்சை போய் எத்தனை அலிகேஷன்ஸ். മരിച്ചു പോയ അച്ഛനെ കണ്ടിട്ട് പോലും ഇല്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത് ആരെ വേണാൽ കൊല്ലാം, ബാങ്കിൽ പൈസ ഇരുന്നാൽ മതിന് എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തു. ആരെങ്കിലും പറയും ഒരു പേഷ്യൻറ്റ്, ഞാൻ ജീവിതം മുഴുവൻ ഞാൻ ടാബ്ലറ്റ്സ് കഴിക്കണം, മനസമാധാനമായിട്ട് ജീവിக்கிறேன், ചത്തുപോയ എനിക്ക് തിരിച്ച് ജീവൻ ദൈവം കൊടുത്താ இப்போ அந்த ஜீவனை எடுக்கிறதுக்காக சிரமிக்கிறீங்களா? நான் நன்னாയിട്ട് நாங்கள் 2 பேரும் ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഞാൻ എന്താ അന്ന് പറഞ്ഞത്? ഞാൻ കല്യാണം കഴിക്കും, എനിക്ക് കുടുംബ ജീവിതം വേണം, എനിക്കും കുട്ടികൾ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു കുട്ടി ജനിക്കുന്നതൊക്കെ ആർക്കും ഇഷ്ടമില്ലേ? ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ റേപ്പ് ചെയ്യുമോ? ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുമോ? അത് നിങ്ങൾ വിശ്വസിക്കുമോ?
അത് ഇന്ന് വരെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ച ആളല്ലേ, വിദ്യാഭ്യാസമുള്ള ആളല്ലേ, അവർ ഡോക്ടറല്ലേ, വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏൻ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കല? അത് സിറ്റി കമ്മീഷണർ ചെന്നൈയിൽ എൻകിட்ட ரெக்கார்ட் இருக்கு. അന്നേ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കேன், അന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ് എൻ്റെ കയ്യിലിരിക്കും, എല്ലാം കാണിച്ചു കൊടുത്തത്. പോലീസ് എൻ്റെ വീട്ടിലേക്ക് എത്തി. ഇത് കമ്മീഷണർ ഓഫീസിൽ നിന്ന് പോലീസ് വന്നു, പക്ഷേ എന്തിനാ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും, സംഭവം അങ്ങനെയൊക്കെ ഉണ്ടാവും. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്തിനാ പോലീസ് കംപ്ലൈൻറ്റ്, അത് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യണം. ഷീ ഈസ് എ ഹാർബർ ഡിപ്രഷൻ പേഷ്യൻറ്റ്. എന്തുകൊണ്ട് 2 ആഴ്ചയിലാണ് ഫസ്റ്റ് മാരേജ് പോയത്? അവൻ ഡോക്ടർ, അവനക്ക് ബുദ്ധി ഉണ്ടായിരുന്നു.